എടൂരിനടുത്തെ കാരാപറമ്പിലെ വിശുദ്ധ അന്തോണീസിന്റെ കപ്പേളയ്ക്ക് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണം. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിക്ക് ശേഷമായിരുന്നു ആക്രമണം. കഴിഞ്ഞ 25 വർഷമായി എടൂർ കീഴ്പള്ളി റോഡിൽ സ്ഥിതി ചെയ്യുന്ന കപ്പേളയ്ക്ക് നേരെ നടന്ന ആക്രമണത്തിൽ കടുത്ത പ്രതിഷേധം ഉയരുകയാണ്. വെള്ളരിവയൽ വ്യാകുലമാത ഇടവകയുടെ കീഴിലുള്ള കാരാപറമ്പിലെ കപ്പേളയ്ക്ക് നേരെ ആദ്യമായാണ് ഇത്തരത്തിൽ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണമുണ്ടാകുന്നത്. കപ്പേളയുടെ കൽക്കുരിശും മെഴുകുതിരി സ്റ്റാൻഡും ഉൾപ്പെടെ അക്രമി റോഡിലേക്ക് വലിച്ചെറിഞ്ഞു. കൽക്കുരിശിന്റെ കുരിശ് പൂർണ്ണമായും ഒടിഞ്ഞു നശിച്ച രീതിയിലാണ്. ചൊവ്വാഴ്ച രാവിലെ തിരുകർമ്മത്തിനെത്തിയവരാണ് സംഭവം ആദ്യം കാണുന്നത്. ഉടൻ തന്നെ ആർളം പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. രാവിലെ കുർബാനയ്ക്ക് പോകുന്ന ആൾക്കാരാണ് ഇത് കണ്ടത്. അവർ വരുമ്പോൾ ഇവിടെ വെള്ളം വെച്ച് അവർ കിടക്കുന്നുണ്ട്. അത് 11 മണിക്കാണ് ഇവിടെ കടയെടുത്തിട്ട് പോയത്. അവർ കടവ് അടച്ച് പോയതിന് ശേഷം ആണ് സംഭവിച്ചത്. ഈ നിലത്തിൻ്റെ കാടുകളെല്ലാം ഓരോന്നോരോന്ന് വേറിട്ട് അത് തിരിച്ചാൻ കടവത്തിൽ കിടക്കുകയാണ്. ഇത് എത്ര വർഷമായി തുടങ്ങിയ കപ്പലാണ്? 2000 തുടങ്ങിയതാണ്. 25 വർഷമായി. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. മെഴുകുതിരി സ്റ്റാൻഡ് അടക്കം നശിപ്പിച്ചു അല്ലേ? മെഴുകുതിരി സ്റ്റാൻഡ് അടക്കം രാവിലെ രാത്രി 11 മണിവരെ കപ്പേളയ്ക്ക് സമീപത്തെ വ്യാപാര സ്ഥാപനം തുറന്നു പ്രവർത്തിച്ചിരുന്നു. കട അടച്ചതിന് ശേഷമാണ് സാമൂഹ്യ വിരുദ്ധർ കപ്പേളയ്ക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. സംഭവ സ്ഥലത്തെ പോലീസിന്റെ ക്യാമറ പ്രവർത്തനരഹിതമായതുകൊണ്ട് മറ്റു വ്യാപാര സ്ഥാപനങ്ങളിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. അതേസമയം കപ്പേളയ്ക്ക് നേരെ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണമുണ്ടായതിൽ പ്രതിഷേധിച്ച് ഇന്ന് വൈകുന്നേരം 5:30 വെള്ളരിവയൽ ഇടവകയുടെയും പ്രദേശവാസികളുടെയും നേതൃത്വത്തിൽ കാരാപറമ്പിൽ പ്രതിഷേധ മാർച്ചും പൊതുയോഗവും സംഘടിപ്പിക്കുമെന്ന് ഇടവക വികാരി ഫാദർ ആന്റണി അറക്കൽ പറഞ്ഞു. ജാതിമത വ്യത്യാസമില്ലാതെ സഹോദര്യത്തോടെ ജീവിക്കുന്ന ജനങ്ങളെ ഭിന്നിപ്പിക്കുവാനുള്ള സാമൂഹ്യ വിരുദ്ധരുടെ ശ്രമത്തെ ചെറുത്തുതോൽപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.